ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എന്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി ഒരു കാപ്പി ഉണ്ടാക്കി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറുവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ റാപ്പ് ആണ് കേട്ടോ. ലെറ്റ്യൂസ്, ക്യൂക്കംബർ, ടൊമാറ്റോ, ഉപ്പും കുരുമുളകും സോയ് സോസ് ഇട്ട് വേവിച്ച ചിക്കൻ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എന്തെങ്കിലും സോസിന്റെ കൂടെ ടോർട്ടിയക്കകത്ത് റാപ്പ് ചെയ്ത് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? നല്ല പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആണ്. അപ്പൊ അതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ കോഫി എടുത്ത് നേരെ റെഡി ആവാൻ പോവാണ്. ഞാൻ മോസ്റ്റ്ലി ഓഫീസിലേക്ക് കാഷ്വൽ വെയർ തന്നെയാണ് ഇടാറ്. തണുപ്പായോണ്ട് ജീൻസിന്റെ കൂടെ ഒരു സ്വെറ്റർ ആണ് ഇടുന്നത്. പിന്നെ അധികം മേക്കപ്പ് ഒന്നും ഇടാറില്ല. മെയിൻലി സ്കിൻ കെയറും സൺസ്ക്രീനും ആണ് ഇടുന്നത്. പിന്നെ ആ സൺസ്ക്രീനിന്റെ സ്റ്റിക്കി ലുക്ക് ഒന്ന് മാറ്റാനായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ. ആ സൺസ്ക്രീൻ ഒന്ന് സെറ്റ് ആവുന്ന ടൈമിൽ മുടി ഒരു ലോ പോണി കിട്ടി. പിന്നെ കോമ്പാക്ട് പൗഡർ ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കി ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നു, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ റെഡി. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റും ചട്ടിയും വട്ടിയൊക്കെ വാരിക്കൂട്ടി ഇറങ്ങുവാണ്. ഇതാണ് പപ്പയുടെ ഇൻഡോർ ഗാർഡൻ. തണുപ്പൊക്കെ അല്ലേ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് എടുത്തോണ്ട് പോകുന്ന ശാസന എപ്പോഴും പറയും. വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്, ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ എത്തും. അഹമ്മദിയിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അത് എത്തിപ്പോയി. ഇവിടെ എന്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെയിലി ക്യാഷും കേരറ്റും ക്രോസ് ചെക്ക് ചെയ്യുക, ഡേ ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക, ബിൽസും പേയ്മെന്റ്സും ടാലി ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അല്ല, അതൊരു പണിയല്ല എന്നാലും. പിന്നെ നമ്മളൊരു പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കെ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ അതിന് പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. പിന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ ഡീൽ ചെയ്യുക, ഇമെയിൽസ് ഒക്കെ ടൈംലി ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, ബിൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ. പിന്നെ ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയല്ല കേട്ടോ. നമ്മളൊരു 4-5 പേരുടെ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉച്ചയാകുമ്പോഴത്തേനും ചെറിയൊരു വിശപ്പ് പൊട്ടിമുളയ്ക്കും. ആ സമയത്തേക്ക് കഴിക്കാൻ കുറച്ച് നട്ട്സ് കരുതാറുണ്ട്. ഓരോ ദിവസം ഇറങ്ങുന്ന ഓരോ സമയത്താണ്. വലിയ തിരക്കൊന്നുമില്ല, പണികളൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു 3-3:30 ആകുമ്പോൾ ഇറങ്ങും. നമ്മുടെ ഓഫീസിന് അടുത്ത് തന്നെ റാമസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇന്നലെ വാങ്ങിച്ചൊരു ബ്രഷ് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. പാട്ടൊക്കെ കേട്ട് പതുക്കെ എത്തിയപ്പോഴത്തേനും മണി 4:30 ആയി. ഇനിയിപ്പം ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് നോക്കുമ്പോൾ ഉണ്ട് രാവിലെ ധൃതിയൊക്കെ ആയതുകൊണ്ട് ബെഡ് വിരിക്കാൻ സമയം കിട്ടിയില്ല. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു എപ്പിടിപ്പിയ അതങ്ങ് വിരിച്ചിട്ടു. ഹായ്, നല്ല ആശ്വാസം. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. 5 മണി ആയെങ്കിലും ഞാൻ ഇതിനെ വിളിക്കുന്ന ലഞ്ച് എന്നാ. ഇന്ന് നമുക്ക് പാസ്തയാണ് കേട്ടോ. പാസ്തയുടെ കൂടെ ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾസും മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ കുറച്ച് ഉണങ്ങിയ തുണിയൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാതിരിക്കാം. കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അമ്മ ഞാനും കൂടെ ഒന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചു. അമ്മ ഒരു തയ്യൽ ക്ലാസ് പഠിക്കാൻ തുടങ്ങി ഗൈസ്. അപ്പൊ അതിന്റെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ഫാഹിയിലാണ് ഞങ്ങൾ പോകുന്നത്. അമ്മയുടെ പഴയ എക്സ്പീരിയൻസ് വെച്ചാൽ ഞങ്ങൾ കടയിൽ പോയ കേട്ടോ. ഇവിടെ ടോപ്പ് ടു ബോട്ടം എല്ലാ സാധനങ്ങളും കിട്ടും. ലൈക്ക് എംബ്രോയിഡറി, ടൈലറിംഗിന് ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ എടുത്തു, ആവശ്യമില്ലാത്തൊക്കെ ചുമ്മാ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് രാഗിപ്പുട്ട അതിന്റെ പൊടി വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഹൈവേലോട്ടും കൂടെ കയറി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്ന വലിയ സമയമൊന്നും ആയില്ല, കുറച്ച് ദിവസമായിട്ട് ചട്ടമ്പയെ കണ്ടിട്ടില്ല. അപ്പൊ നേരെ അങ്ങോട്ട് വിട്ടു. പിന്നെ കുറച്ച് നേരം അവിടെ അവന്റെ കൂടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. നീത്തു ആണെങ്കിൽ നൈറ്റ് ആയതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോയതാ. പക്ഷെ ഞങ്ങളുടെ ബഹളം കാരണം അവളും ഉറങ്ങിയിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോൾ ഞാനും അവനും കൂടെ അവളെ പോയി പൊക്കി. ചട്ടമ്പ് പുതിയതായിട്ട് പഠിച്ച ട്രിക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ടി വി ഒക്കെ കണ്ട് ഡിന്നറൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ മുഖമൊക്കെ ഡബിൾ ക്ലീൻ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മുടിയൊക്കെ കെട്ടിവെച്ച് നമ്മളിനി ഇറങ്ങാൻ പോവാം. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണാൻ താല്പര്യമുള്ളവർ താഴെ കോമന്റ്സിൽ പറയുക. അങ്ങനെ ഈ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ബൈ.